നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ജ്ഞാനം കണക്കയുടനഞ്ചക്ഷരങ്ങളുടെയൂനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതുമൊന്നല്ലയാളു ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പ്രേമപ്രകടനത്തിൽ ഭഗവാൻ പൊരുത്തമില്ലാതെ പെരുമാറുന്ന മറ്റു 2 ദൃഷ്ടാന്തങ്ങളാണ് 34-ാം പദ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. ഗാനം കണക്കയുടനഞ്ചക്ഷരങ്ങളുടെയൂനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതുമൊന്നല്ലയാള് ഹരിനാരായണായ നമഃ. ഒരു നക്തഞ്ചരിക്ക് രാമാവതാരത്തിൽ കാമാർത്തയായി തന്നെ സമീപിച്ച ശൂർപ്പണഖ എന്ന രാക്ഷസിക്ക് ജ്ഞാനം കണക്കയുടൻ 5 അക്ഷരങ്ങളുടെ ങകാരത്തോട് സവർണങ്ങളായ ങ ഞ ണ ന മ എന്ന അനുനാസികങ്ങളായ 5 അക്ഷരങ്ങളും ഊനം വരുത്തി മൂക്ക് മുറിച്ചു കളഞ്ഞതിൻ്റെ ഫലമായി കേടുവരുത്തി ബത കഷ്ടം കൂനോരു ദാസിയെ. അതേ അവസരത്തിൽ കൃഷ്ണാവതാരത്തിൽ കംസന് കറിക്കൂട്ടുമായി പോയ കുബ്ജയായ ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും താടിക്ക് പിടിച്ചു നിവർത്തി സുന്ദരിയാക്കി തീർത്തതും ഒന്നല്ലേയാള്, ഒരേ ഭഗവാൻ തന്നെയല്ലേ. ഹരിനാരായണായ നമഃ. ഹരിനാരായണന് നമസ്കാരം. രാമാവതാരത്തിൽ കാമാർത്തയായി തന്നെ സമീപിച്ച ശൂർപ്പണഖ എന്ന രാക്ഷസിക്ക് ങകാരത്തോട് സവർണങ്ങളായ ങ ഞ ണ ന മ എന്നീ അനുനാസികങ്ങളായ 5 അക്ഷരങ്ങളും മൂക്കു മുറിച്ചു കളഞ്ഞതിൻ്റെ ഫലമായി ഉച്ചരിക്കാൻ വയ്യാതായി തീർത്തു. അതേ അവസരത്തിൽ കൃഷ്ണാവതാരത്തിൽ കംസന് കുറിക്കൂട്ടുമായി പോയ കുബ്ജയായ ദാസിയെ താടിക്ക് പിടിച്ചു നിവർത്തി സുന്ദരിയാക്കി തീർത്തതും ഒരേ ഭഗവാൻ തന്നെയല്ലേ. ഹരിനാരായണന് നമസ്കാരം. ശൂർപ്പണഖയുടെ നാസാച്ഛേദം. ശ്രീരാമലക്ഷ്മണന്മാരും സീതയും പഞ്ചവടിയിൽ കഴിയുന്ന കാലമാണ്. രാമനെ കണ്ട് കാമാർത്തയായി രാവണ സഹോദരിയായ ശൂർപ്പണഖ അവിടെ എത്തി. രാമനോട് പ്രണയപ്രാർത്ഥന നടത്തി. രാമൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ലക്ഷ്മണനോടായി പ്രണയപ്രാർത്ഥന. 2 പരാജയപ്പെട്ട രാക്ഷസി കോപാക്രാന്തയായി സീതയെ ബലാൽ പിടിച്ചു കൊണ്ടുപോകാൻ മുന്നോട്ട് കുതിച്ചു. തുടർന്ന് രാമൻ്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കാതും മുലയും മൂക്കും ഛേദിച്ചു പറഞ്ഞയച്ചു. മൂക്കു ഛേദിച്ചുകൊണ്ട് ങ ഞ ണ ന മ എന്നീ അനുനാസിക അക്ഷരങ്ങൾ അവൾക്ക് ഉച്ചരിക്കാൻ വയ്യാതായി. ഭഗവാനെ പ്രണയപ്രാർത്ഥനയുമായി സമീപിച്ച ശൂർപ്പണഖയ്ക്ക് വന്നു ചേർന്ന ഈ വൈകൃതമാണ് പ്രസ്തുത പദ്യത്തിൽ ആദ്യത്തെ 2 വരികളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കൂനോരു ദാസിയെ മനോജ്ഞാംഗിയാക്കി. കംസന്റെ ആജ്ഞ അനുസരിച്ച് ധനുര്യാഗത്തിൽ പങ്കെടുപ്പിക്കാം എന്ന വ്യാജേന കൃഷ്ണനെയും ബലരാമനെയും അക്രൂരൻ മധുരാപുരിയിൽ കൊണ്ടുവന്നു. മധുരയിലെത്തിയ അവർ 2 രാജവീതിയിൽ കൂടി
കംസന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. വഴിമധ്യേ യുവതിയായ ഒരു സ്ത്രീ കൂനിപ്പിടിച്ച് കയ്യിൽ കുറിക്കൂട്ട് നിറച്ച പാത്രവുമായി നടന്നു പോകുന്നത് കണ്ടു. നീ ആരാണെന്നും കുറിക്കൂട്ട് ആർക്കാണെന്നും അവർ കുബ്ജയോട് ചോദിച്ചു. അതോടൊപ്പം കുറിക്കൂട്ട് തങ്ങൾക്ക് തരുമോ എന്നും അന്വേഷിച്ചു. താൻ കംസന്റെ ദാസിയാണെന്നും തൻ്റെ പേര് ത്രിവക്രയെന്നാണെന്നും അവൾ അറിയിച്ചു. തുടർന്ന് മുഴുവൻ കുറിക്കൂട്ടും രാമകൃഷ്ണന്മാർക്കായി സമ്മാനിച്ചു. പ്രസന്നയായ ഭഗവാൻ കുബ്ജയുടെ കൂനു നിവർത്താൻ നിശ്ചയിച്ചു. സ്വപാദങ്ങൾ കൊണ്ട് അവളുടെ പുറം കാലുകൾ അമർത്തി ഭഗവാൻ കൈകൊണ്ട് അവളെ താടിക്ക് പിടിച്ചുയർത്തി. ഭഗവാന്റെ സ്പർശമേറ്റ് കൂനു നിവർന്നു എന്നു മാത്രമല്ല, അവൾ അതിസുന്ദരിയായി മാറുകയും ചെയ്തു. ഭാഗവതം ദശമത്തിൽ 42-ാം അധ്യായത്തിലാണ് കുബ്ജയുടെ കഥയുള്ളത്. ഒരുവളുടെ മൂക്കും മുലയും അറിഞ്ഞ് അവളെ വിരൂപിയാക്കിയ ഭഗവാൻ മറ്റൊരാളുടെ വൈരൂപ്യം മാറ്റി അതിസുന്ദരിയാക്കി തീർത്തു. ഈ വൈരുദ്ധ്യം എടുത്തുകാട്ടി അത്ഭുതപ്പെടുകയാണ് ആചാര്യൻ. ഭഗവാൻ ഈ വിരുദ്ധ ലീലകൾ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതം കൊണ്ട് ചെയ്യുന്നതാണോ? അങ്ങനെ കരുതാൻ വയ്യ. ഒരേ ഇന്ദ്രൻ്റെ 2 പുത്രന്മാരോട് ഭഗവാൻ 2 തരത്തിൽ പെരുമാറിയതായി കാണുന്നു. ആ ദൃഷ്ടാന്തമാണ് 35-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണ